ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ നൽകാനുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുന്നു. റാന്നി കോടതിയിൽ രഹസ്യമായ നടപടികൾക്ക് ശേഷം ഇപ്പോൾ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് റോഷിബാലിന്റെ വിവരങ്ങളുമായി. റോഷിബാൽ, 30-ാം തീയതി വരെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തുള്ള വിവരം എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, ശബരിമല സ്വർണ്ണമോഷണത്തിൽ പ്രധാന പ്രതികളിലൊരാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. ഏതാണ്ട് 30-ാം തീയതി വരെയാണ് ഇപ്പോൾ റാന്നി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡിയിൽ വിട്ടത്. പ്രതിക്ക് വക്കീലിനോട്, അഭിഭാഷകനോട് സംസാരിക്കാനുള്ള അവസരം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. കോടതി നടപടികൾ പൂർത്തിയായി. ഏതാണ്ട് അരമണിക്കൂറിലേറെ നീണ്ട നടപടികൾക്കൊടുവിലാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. നേരത്തെ തന്നെ കസ്റ്റഡി അപേക്ഷ പ്രോസിക്യൂഷൻ നൽകിയിരുന്നു. 30 വരെ അന്വേഷണം ഈ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാം, വിശദമായി ചോദ്യം ചെയ്യാം. കാരണം 2 കേസുകളുണ്ട്. അതിൽ ദ്വാരപാലക വിഗ്രഹത്തിൻ്റെയും കട്ടിളയുടെയും സ്വർണ്ണപ്പാളികൾ മോഷ്ടിച്ച കേസാണ്. അതിൽ ഇതെവിടെയാണ് ഒളിപ്പിച്ചത്, ആർക്കാണ് കൈമാറിയത് എന്നടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ഉത്തരം കിട്ടേണ്ടത്. ഇപ്പോൾ 10 മിനിറ്റ് പ്രതിഭാഗം അഭിഭാഷകനുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സംസാരിക്കാനുള്ള അവസരം കോടതി നൽകിയിട്ടുണ്ട്. നേരത്തെ അടച്ചിട്ട കോടതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത്. ഇപ്പോൾ ഏറ്റവും നിർണായകമായ നീക്കം, കാരണം ഇനി അന്വേഷണ സംഘം എങ്ങോട്ടേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പോകുക എന്നതാണ് പ്രധാനപ്പെട്ടത്. കാരണം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത ഇതിൽ ചെന്നൈയിലേക്കും ഒപ്പം അതിനൊപ്പം തന്നെ ഹൈദരാബാദിലേക്ക് അടക്കം പോകേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ അല്പസമയത്തിനകം നമുക്ക് ലഭിക്കും. റിമാൻഡ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ SITയുടെ കസ്റ്റഡിയിലേക്ക് ഇപ്പോൾ കോടതി വിട്ടിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് വേണ്ടിയാണ് കസ്റ്റഡി അപേക്ഷ ഇന്ന് രാവിലെ തന്നെ കോടതി സമർപ്പിച്ചത്. ഇന്ന് അടച്ചിട്ട കോടതിയിൽ രഹസ്യമായി ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട പ്രകാരമാണ് കോടതിയിൽ നിന്നും മറ്റ് കേസിന്റെ അഭിഭാഷകരെയും മറ്റുള്ളവരെയും ഒക്കെ പുറത്താക്കിക്കൊണ്ട് കോടതി നടപടി പൂർത്തിയാക്കിയത്. ഏതാണ്ട് 40 മിനിറ്റോളം നീണ്ടുനിന്ന നടപടിക്രമങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ലഭിക്കുന്നത്. അടച്ചിട്ട മുറിയിൽ 40 മിനിറ്റ് നടപടിക്രമങ്ങളായിരുന്നു. ഇപ്പോൾ പോറ്റിയെ SITക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള തീരുമാനം വന്നിരിക്കുന്നു. കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുന്നത് 30-ാം തീയതി വരെയാണ്. ആ 30-ാം തീയതിക്കുള്ളിൽ എന്തൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകാനിരിക്കുന്ന മൊഴികൾ, ആരെയൊക്കെ പ്രതിക്കൂട്ടിൽ ചേർക്കും, ആരൊക്കെയായി കൂട്ടുപ്രതികളായി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ തന്നെ മൊഴിയിൽ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു. അത് പുറത്തേക്ക് വരികയും ചെയ്തിരിക്കുന്നു. കോടതിയിൽ രഹസ്യമായിട്ടാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. പക്ഷേ ചോദ്യം ചെയ്യലിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തു എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നു. റോഷിബാൽ, ഇപ്പോൾ കോടതി മുറിയിൽ നിന്നും പുറത്തേക്ക് പോറ്റിയെ എത്തിച്ചിട്ടില്ല അല്ലേ? സ്മൃതി, അല്പസമയത്തിനകം തന്നെ കോടതിയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷം എങ്ങോട്ടേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോകുന്നത് വ്യക്തമല്ല. ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ കേസിലെ മറ്റു പ്രതികളെ കൂടി ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ്. അങ്ങനെയെങ്കിൽ ഒരുമിച്ച് ഇവരെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് ഇനി അന്വേഷണ സംഘത്തിന്റെ നീക്കം അത് പ്രധാനമാണ്. മാത്രവുമല്ല, ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശം രഹസ്യ സ്വഭാവത്തിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ്. അതുകൊണ്ട് ആ നിലയിൽ തന്നെയായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക. ഇനി മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഈ കേസിലെ മറ്റു പ്രതികളെ കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഏറെ വൈകാതെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിൽ ലഭിച്ചു കഴിഞ്ഞു. ഇനി വിശദമായ ചോദ്യം ചെയ്യൽ, ഈ ഇടപാടിൽ, ഈ സ്വർണ്ണ മോഷണത്തിൽ ആരൊക്കെ പങ്കാളിത്തമുണ്ട്, ആർക്കൊക്കെ പങ്കാളിത്തമുണ്ട് എന്നത് പ്രധാനമാണ്. അതിനപ്പുറത്തേക്ക് ഈ മോഷ്ടിച്ച സ്വർണം ആർക്ക് കൈമാറി, ആർക്കാണ് വിൽപ്പന നടത്തിയത്, അത് കണ്ടെടുക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് അതിവേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കണം. 6 ആഴ്ചയാണ് അന്വേഷണത്തിന് ഹൈക്കോടതി സമയം അനുവദിച്ചത്. 2 ആഴ്ചക്കകം തന്നെ പ്രാഥമികമായ അന്വേഷണ വിവരങ്ങൾ കോടതിയെ ധരിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 30 വരെയാണ് അന്വേഷണ സംഘത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടത്. ഈ സമയത്ത് അന്വേഷണ സംഘം നടത്തുന്നത് എന്തൊക്കെയാണ് എന്നത് പ്രധാനമാണ്. ഇപ്പോൾ ജൂനിയർ സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ചാണ് അഭിഭാഷകനുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി സംസാരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് കസ്റ്റഡിയിൽ വിട്ട ഈ സമയത്തിനകം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തെളിവെടുപ്പിന് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് നിലവിൽ ഈ കേസിലെ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യം ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന് ആവശ്യമായി വരും. അതിൽ പ്രധാനമായും മുരാരി ബാബുവിൻ്റെതാണ്. മുരാരി ബാബുവാണ് ഈ ചട്ടങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചെമ്പ് തകിടെന്ന് പറഞ്ഞ സ്വർണ്ണപ്പാളികൾ കൈമാറാനുള്ള ഉത്തരവ്, അതിൻ്റെ മഹസറിൽ ഉൾപ്പെടെ ഒപ്പുവെച്ചത്. എല്ലാ ചട്ടങ്ങളും അവിടെ കാറ്റിൽ പറത്തിയിരുന്നു. ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക്, രാഷ്ട്രീയ നേതൃത്വത്തിന് ഈ സ്വർണ്ണ മോഷണത്തിലുള്ള പങ്കാളിത്തം ഉൾപ്പെടെ തെളിയണമെങ്കിൽ വിശദമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇനിയും അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യേണ്ടി വരും, തെളിവുകൾ ശേഖരിക്കേണ്ടി വരും.
അതുകൊണ്ട് തന്നെ ഇനി ഈ കുറച്ച് ദിവസത്തിനകം തന്നെ ഇതൊക്കെ പൂർത്തീകരിച്ച് പ്രാഥമികമായ റിപ്പോർട്ടടക്കം ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുന്നിൽ നൽകേണ്ടി വരും. അങ്ങനെയുള്ള വലിയ ചുമതലയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനുള്ളത്. അതുകൊണ്ട് ആ കുറഞ്ഞ സമയത്തിനകം അത് പൂർത്തിയാക്കേണ്ടി വരും. ഇപ്പോൾ 10 മിനിറ്റ് അഭിഭാഷകനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അകത്തെ മുറിയിൽ എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. റോഷിപാൽ, ഇപ്പോൾ കോടതിക്ക് പുറത്തെ കാഴ്ച എന്താണ്? കോടതിക്ക് അകത്തുണ്ടായിരുന്ന അഭിഭാഷകരെ അടക്കം പുറത്തേക്ക് ഇറക്കിയിട്ടാണ് രഹസ്യമായിട്ടുള്ള കോടതി നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഇപ്പോൾ 30-ാം തീയതി വരെ SITക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള തീരുമാനം കോടതിയിൽ നിന്ന് വരുമ്പോൾ കോടതിക്ക് പുറത്തെ കാഴ്ച എന്താണ് റോഷിപാൽ? സ്മൃതി, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണാൻ വേണ്ടി നിരവധി പേർ കോടതി പരിസരത്ത് തടിച്ചുകൂടിയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് കെട്ടിടത്തിലൊക്കെ നിന്നുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണാനായി അവർ നിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് വലിയ സുരക്ഷയുണ്ട്. പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയതിന്റെ കാരണം ഏതെങ്കിലും കാരണവശാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ പ്രതിഷേധമുണ്ടാകുമോ എന്നതുകൊണ്ടാണ്. അങ്ങനെ പ്രതിഷേധമുണ്ടെങ്കിൽ അത് മറികടക്കാനുള്ള സുരക്ഷയാണ് കോടതി പരിസരത്തുള്ളത്. നമ്മൾ രാവിലെ കണ്ടതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരത്ത് നിന്നും റാന്നിയിലെ ഈ കോടതിയിലേക്ക് എത്തുമ്പോൾ വരെ വലിയ സുരക്ഷയുണ്ടായിരുന്നു. 4 പോലീസ് വാഹനം, അതിൽ ഒരു പോലീസ് വാഹനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവരുമ്പോൾ മറ്റു വാഹനങ്ങൾ അനുഗമിച്ചു. സുരക്ഷ മുൻനിർത്തിയാണ്. പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത നേരത്തെ തന്നെ പോലീസ് മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഈ പടിക്കെട്ടിലടക്കം പോലീസ് ഇപ്പോൾ സുരക്ഷ തീർത്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അഭിഭാഷകനുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി വരും. നേരെ പോലീസ് വാഹനം സജ്ജമായി നിൽക്കുകയാണ്. നേരെ തിരുവനന്തപുരത്തേക്കാകാം ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഈ പ്രത്യേക അന്വേഷണ സംഘം തിരിക്കാൻ സാധ്യത. SP ശശിധരനുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട റിമാൻഡ് റിപ്പോർട്ട്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അന്വേഷണ സംഘം പരാമർശിച്ചിട്ടുള്ളത് എന്നത് പ്രധാനമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലീസ് കസ്റ്റഡിയിലേക്ക് വിടാൻ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി SIT സംഘം തിരുവനന്തപുരത്തേക്ക് പോകുമെന്നുള്ളതാണ് റോഷിപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്.